ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ ഉർവശിയെക്കുറിച്ചുള്ള നടൻ മനോജ് കെ ജയന്റെ വാക്കുകളാണ് കണ്ടമിടറി മുറിഞ്ഞത്. നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്നിവിടം വരെ എത്തി. ഇരുവരുടെയും മകളായ കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മിയുടെ സിനിമാ അരങ്ങേറ്റം പങ്കുവച്ചപ്പോൾ മുൻ ഭാര്യ ഉർവശിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതും മനോജ് കെ ജയന്റെ കണ്ണു നിറഞ്ഞു. അമ്മയെക്കുറിച്ചുള്ള സംസാരത്തിനിടെ വാക്കുകൾ ഇടറിയ അച്ഛനെ മകൾ കുഞ്ഞാറ്റ ആശ്വസിപ്പിച്ചു. നല്ല പ്രൊഡക്ഷനാണ്. സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന സിനിമയിലാണ് നായികയായി മനോജ് കെ ജയന്റെ മകൾ തേജലക്ഷ്മിയുടെ അരങ്ങേറ്റം. മുത്തശ്ശന്റെ ആഗ്രഹം കൂടിയാണ് മകൾ കുഞ്ഞാറ്റ സിനിമ അരങ്ങേറ്റത്തിലൂടെ നിറവേറ്റുന്നതെന്നും മനോജ് കെ ജയൻ. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മോള് സിനിമയിൽ വരണമെന്ന്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റയാണ്. നാളുകളായുള്ള സ്വപ്നം എത്തിപ്പിടിച്ച സന്തോഷത്തിലാണ് തേജലക്ഷ്മി. ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും വലിയൊരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ലക്കും ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ വർക്ക് നിർത്തി കഴിഞ്ഞിട്ടും ആഗ്രഹം പ്രകടിപ്പിച്ചതിന് ശേഷവും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു കമ്മിറ്റ്മെന്റിലോട്ട് എത്തുന്നത്. ഐ വിൽ കമ്മിറ്റ് മൂവി എന്നുള്ള രീതിയിൽ വേദിയിൽ വെച്ച് തന്നെ അച്ഛന്റെ പ്രശംസയും കുഞ്ഞാറ്റ നേടി. ഇന്നലെ വൈകിട്ട് ഞാനൊരു ക്ലാസ്സൊക്കെ കൊടുത്താണ് ഇങ്ങോട്ട് വിട്ടത്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു വരുന്നുള്ള സംസാരിച്ച് ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. നവാഗതനായ ബിനു പീറ്ററാണ് സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. സർജാനോ ഖാലിദാണ് ചിത്രത്തിലെ നായകൻ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.